ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇപ്പൻസ് വ്ലോഗ് ആഫ്റ്റർ എ ലോങ് ടൈം. സോ കുറേ നാളായല്ലേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, മറ്റാരുമല്ല, എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താ മിസ്സിന് വല്ലപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ടൂടെ, ഞങ്ങളൊക്കെ നോക്കിയിരിക്കുക എന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ശരി, ഒരു വീഡിയോ അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ശരി ഇതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം എന്ന്. ആർക്ക് വേണ്ടി? എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. എയർപോർട്ടിലെത്തിയപ്പോഴേക്കും നല്ല മഴ. പിന്നെ വീട്ടുകാരെയൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്നു. പിന്നെ ഞാൻ സ്ഥിരം ഒരു ലേറ്റ് കമർ ആണല്ലോ, ആ പതിവ് തെറ്റിക്കാൻ ചെക്ക് ഇൻ ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്തു. എന്നാലും അതിൽ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. ആ കഥ ഞാൻ വഴിയേ പറയാം. ചെക്ക് ഇൻ കഴിഞ്ഞ് ഞാൻ നേരെ എർത്ത് ലോഞ്ചിലോട്ടാണ് വന്നത്. അവിടെ നല്ല വിഭവസമൃദ്ധമായ ഡിന്നർ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ലേറ്റ് കമറിൻ്റെ കഥയിലോട്ട് വരാം. ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ടൈം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. ആസ് യൂഷ്വൽ ലേറ്റ് കമർ വൈബ്. സെയിം ഫ്ലൈറ്റിൽ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു സാറുണ്ടായിരുന്നു. സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മീനു എവിടെ? ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ എർത്ത് ലോഞ്ചിലുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, എൻ്റെ പേര് ഫൈനൽ കോൾ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എർത്ത് ലോഞ്ചിൽ അനൗൺസ്മെൻറ്റ്സ് വരത്തില്ല. സാറ് വിളിച്ച് വെച്ച പുറകെ ഇൻഡിഗോയിൽ നിന്ന് എന്നെ വിളിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എർത്ത് ലോഞ്ചിലാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, വേഗം താഴോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്ന് ബോർഡിങ്ങും ചെയ്ത് ടേക്ക് ഓഫും കഴിഞ്ഞു. ലാൻഡിങ്ങും കഴിഞ്ഞു. നമ്മൾ മാലയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പുതിയ ടെർമിനലാണ് T1 ടെർമിനൽ. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഈ ടെർമിനലിൻ്റെ ഇനാഗ്രേഷൻ. നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ ഇവിടെ, നരേന്ദ്രമോദിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും രശ്മി മാല ഇതുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് പ്രൈം മിനിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ ടെർമിനൽ ഒരു രക്ഷയില്ലാത്ത ടെർമിനൽ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നത്രയും വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടെർമിനലിൻ്റെ. ഞാൻ ഇങ്ങനെ എല്ലായിടത്തൂടെ നടന്ന് ടെർമിനലിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ വാഷ്റൂമാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ടോയ്ലറ്റൊക്കെ. എനിക്കൊരു പായ വിരിച്ച് അവിടെ കിടന്നുറങ്ങാൻ തോന്നി, അത്രയ്ക്ക് നീറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇൻറ്റീരിയേഴ്സും എല്ലാം ടെക്നോളജീസും ഒക്കെ സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞു നിന്ന് കുറേ വീഡിയോസൊക്കെ അവിടെ നിന്നെടുത്തു. പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.